വെൺകടലോരം ഹീൽസിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ണിനാൽ തുമ്പി. ഹലോ മജവായി കാവും കാണാതെ വയ്യെന്ന തോന്നലായി എന്തൊരു ചേല. പേർക്കൊക്കെ സന്തോഷമാവണ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി പോയി, അതിന് തിരിച്ചു കിട്ടില്ല. പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കിട്ടുന്നുള്ളത്. ഇനിയിപ്പോൾ പോയതെന്തായാലും പോട്ടെ, അതിനെ കുറിച്ച് ആലോചിച്ച് ഇനി വിഷമിക്കണില്ല. ഇനി നാം വെൺകടലോരം എന്തൊരു ചേല. പിന്നെ ഞങ്ങളുടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐ ഡിയും അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ പോയി. ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐ ഡി ഓൾറെഡി ഒരു വട്ടം ഹാക്ക് ആയതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ, പ്രത്യേകിച്ചും ഞരമ്പന്മാരുടെ എല്ലാമായ തുമ്പിമോളെ ഈ രംഗത്തേക്ക് എത്തിച്ചത് നമുക്കറിയാം. തുമ്പിമോളുടെ അമ്മയുടെ ആങ്ങളെ എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു പഹയൻ ഓനാണ് ഓളെ ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കുകയും സദാസമയം ഓക്കൊരു മോട്ടിവേറ്ററായി ഓളെല്ലാമായി കൂടെ നടക്കുന്നതും ആ ഒരു പഹയനാണ്. തുമ്പി എന്ന് പറയുന്ന ഈ ഒരു റീൽസ് താരം നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ ഏതാണ്ട് 5 ലക്ഷത്തിലധികം, ഇൻസ്റ്റഗ്രാമിൽ ഏതാണ്ട് 1 മില്യൺ അടുപ്പിച്ച്, യൂട്യൂബിലും നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരവധി ആളുകൾ നെഞ്ചിലേറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പെൺകുട്ടിക്ക് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളോട് പങ്കുവെക്കാനുള്ളത്. എന്താണ് സംഭവിച്ചത്? ഏറെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്ന പാകയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. പേർക്കൊക്കെ സന്തോഷമാവണ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി പോയി, അതിന് തിരിച്ചു കിട്ടില്ല. പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കിട്ടുന്നുള്ളത്. ഇനിയിപ്പോൾ പോയതെന്തായാലും പോട്ടെ, അതിനെ കുറിച്ച് ആലോചിച്ച് ഇനി വിഷമിക്കണില്ല. അതായത് 5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ആ ഒരു ഫേസ്ബുക്ക് ഐ ഡിയാണ് പോയത്. മോണിറ്റൈസേഷൻ ഉള്ള നിരവധി ഞരമ്പന്മാർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പേജാണ് പോയിരിക്കുന്നത്. ഏറെ ദുഃഖകരമൊരവസ്ഥയാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പേരെടുക്കാൻ സാധിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് തുമ്പി എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് അധികം പ്രായമില്ല. ഉദ്ഘാടന മേഖലയിൽ അടക്കം പ്രമുഖ താരങ്ങളെ, ഹന്ന രാജനെയും ഹണി റോസിനെയും രേണു സുധിയൊക്കെ പോലെ ഉദ്ഘാടന മേഖലയിൽ അടക്കം കാലെടുത്തു വെച്ചിരുന്നു. അതിനുശേഷം സ്വന്തമായ ചില സംരംഭങ്ങളും തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് ഈ ഒരു ദുരന്തമുണ്ടായത്. എന്താണ് സംഭവിച്ചത്? വരട്ടെ കൂടുതൽ വിവരങ്ങൾ. പിന്നെ ഞങ്ങളുടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐ ഡിയും അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ പോയി. ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐ ഡി ഓൾറെഡി ഒരു വട്ടം ഹാക്ക് ആയതാണ്. പോയത് പോട്ടെ, എന്തായാലും ഇനിയിപ്പോൾ സങ്കടമോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം എന്താ പറയുക, ഒന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു വഴി തുറക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാം ശരിയാകും. ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ പോകണം. പിന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട്, അവരോട് ഇന്നും സ്നേഹം മാത്രം. അത് ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു പാഹയനും തുമ്പിയും കൂടെ നേടിയെടുത്ത ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പേജുകൾ പൊടുന്നനെ ഇല്ലാതായിരിക്കുന്നു. മാസ് റിപ്പോർട്ടിങ് നടത്തിയിരിക്കുന്നു. അതായത് വലിയൊരു ഭാഗം ആളുകൾ ഓളുടെ ചാനൽ പൂട്ടണമെന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തതിനെ തുടർന്നാണ് ചാനൽ പോയെന്നാണ് പറയുന്നത്. എന്നാൽ ഓള് പ്രതീക്ഷയിലാണ്, പുതിയൊരു പേജുമായി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. തുടർന്നും സപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരോട് താങ്ക് യു, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യണവരോട് കേട്ടോ. പിന്നെന്താ, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ബൈ. അതെ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് വീണ്ടും സപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേ, ഞരമ്പന്മാർ ഉള്ളിടത്തോളം കാലം ഇതുപോലൊരു പെൺകുട്ടി വിഷമിക്കാൻ ഒരിക്കലും ഞരമ്പന്മാർ അനുവദിക്കില്ല. ഏറെ പെട്ടെന്ന് തന്നെ, അതായത് കണ്ണടച്ച് തുറക്കുന്ന വേദിയിൽ ഓള ചാനലിൽ ഏറ്റവും അധികം റീച്ചിലേക്ക്, ഏറ്റവും അധികം സബ്സ്ക്രിപ്ഷൻ വരുന്ന രീതിയിലേക്ക് ഞരമ്പന്മാരാക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഫേസ്ബുക്കിൽ 5 ലക്ഷം ഫോളോവേഴ്സ് ആയി അന്നാണ് ഞങ്ങൾക്ക് ഐ ഡി മിസ്സായത്. അപ്പം എന്തായാലും സങ്കടമുണ്ട്. പോയത് പോട്ടെ. പിന്നെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു ഐ ഡി ഫേസ്ബുക്കിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. tumbis.1 എന്നാണ് ഐ ഡിയുടെ പേര്. പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. പറ്റുമോ എന്നൊരു ചോദ്യം, അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു വാക്ക്, ഒരു വാക്ക്, ഒരു ശരാശരി ഞരമ്പിന്റെ കടമയല്ലേ ഇത്? അതായത് ഓൾക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഓളെ കരകയറ്റുക, ഓളുടെ ചാനൽ മുന്നോട്ടേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു കടമ, ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ ഒരു ഞരമ്പനും സാധിക്കില്ല. എല്ലാ ഞരമ്പന്മാരുടെയും സഹകരണം ഈ ഒരു വിഷയത്തിൽ ഓൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി തുമ്പിമോൾക്ക് ആകെ അവശേഷിക്കുന്നത് ഓളുടെ ഇൻസ്റ്റഗ്രാം tumbis.0 എന്നുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. അതിൽ 818 സബ്സ്ക്രൈബേഴ്സ്, അതായത് മെമ്പർഷിപ്പിലൂടെ
ഇതിലൂടെ 818 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ട്. 390 രൂപ നിരക്കിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം 2 ലക്ഷത്തോളം രൂപ സമ്പാദിക്കാനും മോൾക്ക് മന്ത്ലി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഞരമ്പന്മാരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഓളുടെ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുമെന്നാണ് ഓള് പ്രതീക്ഷിക്കുന്നത്. നാളിതുവരെയുള്ള ഞരമ്പന്മാർ നൽകിയ ആ ഒരു പഹയന്മാർ നൽകിയ അകമഴിഞ്ഞ ആ ഒരു സഹകരണം തുടർന്നും ഉണ്ടാവുന്ന ഏറെ ശുഭപ്രതീക്ഷയിലാണ് മനസ്സിലാക്കുന്നത്. ഏറെ പ്രതിസന്ധി അതിജീവിച്ച് ഏറെ വിമർശനങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന ഒരു കൊച്ചു കലാകാരി റീൽസ് താരം തന്നെയാണ്. ഇതിനോടകം തന്നെ 1 മില്യനോട് അടുക്കാൻ പോവുകയാണ് ഇൻസ്റ്റാഗ്രാം പേജ്. ആ പേജിലൂടെ പോയി കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇപ്പോഴും മാസ് റിപ്പോർട്ടിങ്, അതായത് കേരളത്തിലുള്ള വീട്ടമ്മമാർ എന്ന് പറയുന്ന ഈ കള്ള ഹിമാറുകളാണ് ഏറെക്കുറെ ഇതിനൊക്കെ റിപ്പോർട്ട് അടിക്കുന്നത്. സ്ത്രീ വിവാഹം സ്ത്രീകൾക്ക് തന്നെ എതിരാവുന്നു. നമ്മുടെ നാട്ടിലെ സ്ത്രീജനങ്ങൾ അല്ലെങ്കിൽ ഇതൊന്നും പിടിക്കാത്ത ചില കള്ള ഹിമാറുകൾ ഇത്തരം പേജുകൾ റിപ്പോർട്ട് അടിച്ച് പൂട്ടാൻ ശ്രമിക്കുകയാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥ. എന്നാൽ അവരുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ ഞരമ്പന്മാർ ഒരുക്കമല്ല. ഞരമ്പന്മാരുടെ ശക്തമായ സ്വാധീനം ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു തിരിച്ചുവരവ് തുമ്പിമോൾക്ക് പ്രതീക്ഷിക്കാം. തുമ്പിമോളുടെ ഈ ഒരു അവസ്ഥ ഏറെ ദുഃഖകരമായാണോ നിങ്ങളെ വേട്ടയാടുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ഇനി നാം വെൺകടലോരം ഹലോ മജാവായി എനിക്ക് കാവും കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ട് ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ 11 ഐറ്റം. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് രാമക്കൽമേ. ഒരു നാൾ എന്താ വെയിലത്ത് നീ എന്തൊരു ചേലാണ് നമുക്കൊരു ലക്ഷ്യം കണ്ണി എന്തൊരു ചേല കാവുങ്ങ കാണാതെ വയ്യ ചെറിയൊരു ചലഞ്ചാണ് ഇത്. ഞങ്ങൾ കടന്നു പോയോ വേഗം പുറത്തേക്ക് പോയി